മഞ്ജു സാറേ, എന്തോ പരാതിയൊക്കെ എഴുതി കഴിഞ്ഞോ? ഇല്ല, ഇപ്പൊ കഴിയും. സാധാരണ പോലീസുകാർക്ക് എല്ലാരും പരാതി എഴുതി തരുന്നത്, ഇത് പോലീസുകാരായിട്ട് പരാതി എഴുതുക. എന്തൊരു കഷ്ടം. കാണിച്ച ഞാൻ നോക്കട്ടെ. ബഹുമാനപ്പെട്ട പോലീസ് മൂദേവി. എന്റെ സാർ അതിങ്ങോട്ട് എടുക്കുക, ഞാൻ വായിച്ചോളാം. ബഹുമാനപ്പെട്ട പോലീസ് മേധാവി മുൻപാകെ കഷ്ടംകുളങ്ങര പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾമാർ നൽകുന്ന അപേക്ഷ. ഞങ്ങളുടെ സ്റ്റേഷനിലെ SI ശിവദാസിനെ ദയവായി സ്ഥലം മാറ്റി തരണം. വിവരക്കേടും വെളിവുകേടും മാത്രം കയ്യിലുള്ള ഇയാൾ ഒരു ജൂനിയർ മാൻഡ്രേക്ക് കൂടിയാണ്. ഇരുന്നാൽ ഇരിക്കുന്നിടം മുടിയും. ആയതിനാൽ എന്തെങ്കിലും നടപടി ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു. അപേക്ഷയുള്ള സത്യം പറഞ്ഞ് ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ജോലിയെ കൂടി രാജിവെക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പൊ എന്താ പണിയില്ലാണ്ട് വീട്ടിലിരിക്കോ? അങ്ങനത്തെ പറയാൻ മുട്ടം പണി കിട്ടുന്നതിന് നല്ലതല്ലേ പണിയില്ലാണ്ട് വീട്ടിലിരിക്കുന്നത്. ഇതൊന്നും ഇല്ലെങ്കിലും നമ്മളിതേ പിച്ചപ്പാത്രം എടുത്ത് തെണ്ടി തെണ്ടി തെണ്ടി. അയ്യോ, വരുന്നുണ്ടല്ലോ. ആര് തെണ്ടിയോ? അല്ലെന്ന് നമ്മുടെ SI സാറ് ജൂനിയർ മാൻഡ്രേക്ക്. അയ്യോ, എന്റെ ദൈവം, എന്നെ തൊപ്പി. എന്താണ് എന്നെ കണ്ടപ്പോ രണ്ടുപേരും കൂടി കണ്ടുപോത്തി കളിക്കണത്? സല്യൂട്ട് അടിച്ചതല്ലേ സാർ? സല്യൂട്ട് അടിച്ചതാണ്. എപ്പോഴും എപ്പോഴും ഇങ്ങനെ കാണിക്കണ്ട, കണ്ട് ബോറടിച്ച്. അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യണം. ഇനി ചെയ്യാം സാർ കേട്ടോ, കൃത്യമായിട്ട് ചെയ്തോണം കേട്ടോ. അയ്യോ അയ്യോ, എന്താ പുറത്തൊരു ശബ്ദം കേട്ടത്? അവിടുന്ന്. അയ്യോ, ഞാൻ കൊണ്ടുവന്ന ജീപ്പ് ഹാൻഡ് ബ്രേക്ക് ഇട്ടില്ല. ഇപ്പൊ ആ മതിലിടിച്ച് സ്റ്റേഷനിൽ കാല് കുത്തി അപ്പൊ തന്നെ സ്റ്റേഷനിലെ ജീപ്പ് പിടിച്ച്. എന്തൊരു കഷ്ടമാണ് ഇത് സാറെ. വണ്ടി കൊണ്ടുവന്ന് ചവിട്ടുമ്പോ തന്നെ ഹാൻഡ് ബ്രേക്കിലുണ്ട്. അത് കൊള്ളാല്ല. താനല്ലേ ഇന്നലെ വൈകിട്ട് ജീപ്പ് കൊണ്ടുപോയത്? അപ്പൊ താനല്ലേ ഹാൻഡ് ബ്രേക്ക് ഇടുന്നത്? ഇന്നലെ താൻ ചെയ്ത കുറ്റം ഇന്ന് എന്റെ തലയിൽ കെട്ടിവെക്കാണ്. എന്റെ മിസ്റ്റേക്കാ. അങ്ങനെ തെറ്റ് കണ്ടാ സമ്മതിക്കണം. അയ്യോ, എന്റെ പൊന്ന് സാറേ, സാർ എന്താ ഇങ്ങനെ തൊടുന്നതെല്ലാം പ്രശ്നമാണല്ലോ. എന്റെ പൊന്നു മഞ്ജു സാറേ, ഇത് ഞാൻ ചെയ്യണതാണ്. ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിയുമ്പോ ഇങ്ങനെയൊക്കെ വന്ന് സംഭവിക്കും. അതെന്റെ കുറ്റം കൊണ്ടാണ്. അല്ല, ഞങ്ങളെ കുറ്റം കൊണ്ടാ സാർ. ഇന്നലെ സാർ ആ പുളിമൂട് ജംഗ്ഷനിൽ ട്രാഫിക്കിൽ നിന്നായിരുന്നോ? അത് ഞാൻ പോയായിരുന്നു. അത് പിന്നെ സാറേ, അവിടെ ഒരു 4-4:30 ആയി കഴിയുമ്പോഴേ അവിടെ ഭയങ്കര ബ്ലോക്കാ. അത് ഞാൻ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പോയതാ. സാറിന്റെ കൺട്രോൾ കാരണേ 7 വണ്ടിയുടെ കൺട്രോളും തെറ്റി അവിടെ എത്ര വണ്ടികൾ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നുണ്ടെന്ന് സാറിന് അറിയോ? അയ്യോ, അത് എന്റെ കുറ്റം കൊണ്ടല്ല. ഞാൻ കൃത്യമായിട്ട് ഇവിടെ നിന്നുള്ള വണ്ടികൾ ഇങ്ങനെ കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് എന്റെ പുറത്തൊരു കൊതുക് അടിച്ചപ്പോ ഞാൻ ഇങ്ങനെ അടിച്ചു. അവിടെ ഉള്ള കമ്പേക്ക് വണ്ടികൾ ഇങ്ങോട്ട് കയറി വന്നിട്ട് മുട്ടടിയിടി. ലാസ്റ്റ് തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് പോലെ ആയിരുന്നില്ലേ. പിന്നെ ഭാഗ്യം കൊണ്ടൊന്നും സംഭവിച്ചില്ല, രക്ഷപ്പെട്ട്. പിന്നെ എത്ര പേരാ ഹോസ്പിറ്റലിൽ കിടക്കണത്? അയ്യാ, അവരുടെ കാര്യമല്ലേ പറഞ്ഞത്. എനിക്കൊന്നും സംഭവിച്ചില്ല, ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടല്ല. ദൈവത്തെ ഓർത്ത് സാറ് ഈ സ്റ്റേഷനിൽ ഒരു പരിപാടിയും ചെയ്യാണ്ട് ആ മൂലയ്ക്ക് അങ്ങനെ പോയി ഇരുന്ന് തരാവോ? എന്നാ ഓക്കെ, ഇന്ന് മാത്രം ഞാൻ ഒരു പണിയും ചെയ്യണില്ല. ഇന്ന് ആര് വന്നാലും അത് നിങ്ങൾ രണ്ടുപേരും കൂടി ചെയ്തോളാം. ഓക്കെ അല്ലേ? സാറേ, രാവിലെ ഒരു പരാതിക്കാരൻ വന്ന് ഇപ്പോണ്ടായിരുന്നു. ഞാനില്ലെന്ന് പറ. ഞാനുണ്ടെന്ന് പറഞ്ഞു. താനുണ്ടെന്നല്ലേ പറഞ്ഞത്, ഞാനുണ്ടെന്ന് പറഞ്ഞില്ല. എന്റെ സാറേ, സാർ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞെന്ന്. പറഞ്ഞു പോയില്ലേ? കേറി വരാൻ പറ. കേറി വാടോ. സാറേ, സാറ് പറഞ്ഞോ സാറേ? സാറും പറഞ്ഞോ? നിങ്ങൾ എല്ലാവരും പറഞ്ഞോ സാറേ? പരാതിക്കാരനല്ല, പുള്ളി കല്യാണം വിളിക്കാൻ വന്നതാ. അയ്യോ സാറേ, കല്യാണം വിളിക്കാൻ വന്നതല്ല, എന്റെ വീട്ടിൽ കള്ളം കയറി സാറേ. നിങ്ങൾ എല്ലാവരും മരണം. പിന്നെ ഞങ്ങൾ എല്ലാവരും വന്ന് കാണാനായിട്ട് കള്ളനല്ലേ കയറിയത്, അല്ലാതെ സെലിബ്രേറ്റ് അല്ല വന്നത്. സാറേ, ഒന്ന് വന്ന് അന്വേഷിക്കും സാറേ. എന്റെ വീട്ടിൽ നിന്ന് എന്തൊക്കെയാ മോഷണം പോയത്? എത്ര പവൻ പോയി കാണും? ആകെ ഒരു പവനെ ഉണ്ടായിരുന്നുള്ളൂ, അത് പോയി സാറേ. ചീഞ്ഞ കേസ്. ഈ വഴി പവൻ പോയി ഞാൻ ഇവിടെ രക്ഷ അടിക്കണത്. ഈ ഒരു പവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് 2 മക്കളാണ്, അതിൽ മൂത്തവന്റെ പേരാണ് പവൻ. ആ പവനെയാണ് കാണാനില്ലാതായത്. അപ്പൊ ഇളയവന്റെ പേര് ഗ്രാമം ആയിരിക്കുമല്ലേ? മൂത്തവൻ ഒരു പവൻ ഉണ്ടെങ്കിൽ ഇളയവൻ ഒരു ഗ്രാമെങ്കിലും വേണ്ട. പൊന്നു സാറേ, ഒന്ന് വന്ന് അന്വേഷിക്കും സാറേ. സാറേ, ഇത് നിസ്സാര സംഭവം അല്ല, മാൻ മിസ്സിംഗ് ആണ്, അന്വേഷിച്ചേ പറ്റുള്ളൂ. കാര്യം ചെയ്യാം, ഞാൻ പോയി അന്വേഷിക്കാം. പക്ഷെ നിങ്ങൾക്കത് മിസ് ചെയ്യും. എന്റെ പൊന്ന് സാറേ, കുറച്ച് സമയത്തേക്കല്ലേ സാറിന് ഞങ്ങൾക്ക് മിസ് ചെയ്യുള്ളൂ. അത് പ്രശ്നമില്ല, സാർ പോയിട്ട് വാ. എന്നെ മിസ് ചെയ്യണ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഞാൻ അവിടെ പോയി എന്തെങ്കിലും അബദ്ധം കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 3 പേരുടെ ജോലി മിസ്സാവും. ആണില്ല, അപ്പൊ പോണോ? അപ്പൊ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇങ്ങോട്ട് വന്നേ. ഏകദേശം എത്ര മണിയായിട്ടുണ്ടാവും മോനെ കാണാതായിട്ട്? ഇന്നലെ ഏകദേശം ഒരു രാത്രി 8:30-9 മണിക്കിടയിലാണ് മോനെ കാണാതായത്. അത് താൻ കൃത്യമായിട്ട് ഓർത്ത് വെക്കാനുള്ള കാരണം? ഞാൻ ഭാര്യയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നു. ഭാര്യയായിട്ട് സംസാരിക്കുന്ന കാര്യം ആരെങ്കിലും ഓർത്ത് വെക്കുള്ളൂ? മറ്റൊരാളുടെ ഭാര്യയുമായിട്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ഹലോ,
അയ്യോ ഫോൺ വന്നതിന് ഇങ്ങനെ കൊഞ്ഞനെ കുത്തി കാണിക്കണം എന്തിനാ? അയ്യോ സാറേ, എന്റെ മോനെ ആരോ കിഡ്നാപ്പ് ചെയ്താ സാറേ. കിഡ്നാപ്പറാ വിളിച്ചോണ്ടിരിക്കണ. അയ്യോ ആണോ? ലൗഡ് സ്പീക്കറിലാണ്. നിങ്ങളുടെ മകൻ പവൻകുമാറിനെ വിട്ടു തന്നെങ്കിൽ എനിക്ക് 1 ലക്ഷം രൂപ തന്നെ. തരാം 1 ലക്ഷം രൂപ ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാം. എന്റെ മോനെ ഒന്നും ചെയ്യരുത്. പോലീസിനെ അറിയിക്കാൻ ശ്രമിച്ചാൽ ആ നിങ്ങളുടെ മകന്റെ ജീവന് തന്നെ ആപത്താണ്. സാറേ കോമഡിയാണ് പറഞ്ഞിങ്ങനെ ചിരിക്കാൻ. കേട്ടെ, നീ കോമഡിയാണോ ത്രില്ലറാണോ ഇപ്പൊ കാണാം നമുക്ക്. ഹലോ മിസ്റ്റർ കിഡ്നാപ്പർ, ഇതാരാ സംസാരിക്കുന്നേ? ഞാൻ കഷ്ടംകൊള്ളൂല്ല. അതല്ല, കഷ്ടംകുളങ്ങര പോലീസ് സ്റ്റേഷനിലെ SI ശിവദാസ്. അത് ശിവദാസ്. എടാ, നിനക്കെന്താ ശരിക്കും അറിയില്ല. ഞാൻ ഈ കേസിലെങ്ങാനും വന്ന് ഇടപെട്ട ഇത് മൊത്തം കൊളോകും. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയാണ്, ആ കൊച്ചിനെ നീ എത്രയും പെട്ടെന്ന് വിട്ടുകൊടുത്തോ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ അവിടെയിട്ട് പൂട്ടും. പോലീസിനെ അറിയിക്കരുതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അറിയിച്ചു. അറിയിച്ച സ്ഥിതിക്ക് ഇനി നിങ്ങളുടെ മകനെ വിട്ടു തന്നെങ്കിൽ 1 ലക്ഷം പോരാ, 5 ലക്ഷം തന്നെ. അയ്യോ, ഓക്കെടാ, എന്നാ ഞാൻ പറഞ്ഞ് കയറ്റി വെച്ചിട്ടുണ്ട്. 1 ലക്ഷം എന്നുള്ളത് 5 ലക്ഷം. അതല്ലേ ഞാൻ പറഞ്ഞ് കയറ്റി വെച്ചിട്ടുണ്ട്. 1 ലക്ഷം രൂപയായിരുന്നു ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു കൊടുത്തത്. ഇപ്പൊ സാറ് പറഞ്ഞ 4 ലക്ഷം കൂടി കൂട്ടി. 1 ലക്ഷം രൂപ ഞാൻ ഒപ്പിക്കാം, ബാക്കി 4 ലക്ഷം രൂപ സാർ ഒപ്പിച്ചു തരണം. അയ്യോ, പാവപ്പിച്ച് കൊടുത്തേ പറ്റുള്ളൂ. 4 ലക്ഷോ? ആ പിന്നെ വേണം. ഒരു കാര്യം ചെയ്യ്, ഒരു 2 ലക്ഷം ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ തപ്പി പിടിച്ചൊപ്പിക്കാം. ബാക്കി 1 ലക്ഷം നിങ്ങൾ 2 പേരും കൊടുക്കും. എന്തിന്? സാറ് തന്നെയാണോ ഫോൺ പിടിച്ചു വാങ്ങിച്ച് സംസാരിച്ചത്? അങ്ങോട്ട് കൊടുത്താ മതി. ഈ 4 ലക്ഷം ഞാൻ എവിടെ നിന്ന് ഒപ്പിച്ചു കൊടുക്കും? ചിട്ടി പിടിക്കുതാറേ. കിട്ടിയില്ല. കിഡ്നി ഇല്ലേ? അതിൽ ഒരെണ്ണെടുത്തങ്ങോട്ട് വിക്കി. മൂത്തമ്മളുടെ കല്യാണത്തിന് മാറ്റി വെച്ചാക്കണതാ. പിന്നെ മൊത്തത്തിൽ എത്ര പവൻ കാണും? ആകെ 1 പവനല്ലേ ഉണ്ടായുള്ളൂ എന്റെ മോൻ. അവനല്ലേ അവര് കൊണ്ടുപോയത്. ഞാനതല്ലേ ചോദിച്ചത്. തന്റെ ഭാര്യയുടെ കയ്യിലും കഴുത്തിലും ഒക്കെ ആയിട്ട് എത്ര പവൻ കാണും? എന്തിനാ? പൈസ കൊടുക്കണ്ടേ പുള്ളിക്ക് വിൽക്കണം? അയ്യടാ, സാർ ഉണ്ടാക്കി വെച്ച കടത്തിന് ഞാൻ എന്റെ ഭാര്യയുടെ സ്വർണം വിട്ട് കടം വിടണം. അതൊന്നും പറ്റൂല. മര്യാദക്ക് സാറ് തന്നെ കാശ് ഒപ്പിച്ചിടണോ? അതെ, എനിക്കൊരു പരാതി എഴുതാനുണ്ട്. എന്ത് പരാതിയുള്ളത്? അതായത് കേവലം 1 ലക്ഷം രൂപ മാത്രം കടക്കാരനായിരുന്ന എന്നെ പറഞ്ഞു പറ്റിച്ച് 5 ലക്ഷം രൂപ കടക്കാരനാക്കിയ SI ശിവദാസിനെതിരെ ഒരു പരാതി. എഴുതണ കാര്യം ഞാൻ ഇട്ട് താൻ ഒപ്പിടൂ. മഞ്ജു സാറേ, എന്തോരം ഉത്സാഹം എന്നെ കൊല കൊടുക്കാനായിട്ട്. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. ഇല്ല സാറേ. മഞ്ജു സാറേ, എഴുതല്ലേ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. എനിക്ക് പറ്റത്തില്ല സാറേ. രക്ഷിക്കണം സാറേ, രക്ഷിക്കണം സാറേ, രക്ഷിക്കണം സാറേ, രക്ഷിക്കണം സാറേ. രക്ഷിക്കോളോ? രക്ഷിക്കണമല്ല, എന്നെ രക്ഷിക്കണം സാറേ. ബാക്കിയുള്ളവരും ഇവിടുന്ന് രക്ഷപ്പെടാൻ പെടാപ്പാട് കൊടുക്കുക. അതിന്റെ ഇടയ്ക്ക് ഇവനെ രക്ഷിക്കണമെന്ന്. സാറേ, ഞാൻ പറഞ്ഞ ആദ്യം ഒന്ന് കേക്ക്. ഞാൻ പറയണ്ടേ? പറയൂ. ഞാനൊരാളെ കുത്തി. അയ്യോ, അടിച്ചതിലും വലുതാണല്ലോ മടയിലിരിക്കണത്. സാറേ, നിസാര കേസല്ല, മർഡർ കേസാണ്. സാറേ, ജീപ്പ് എടുക്ക്, നമുക്ക് പോയി അന്വേഷിക്കാം. ഗുളിയും ചെയ്യേണ്ടത് എന്റെ അടുത്ത്. പിന്നെ എന്തിനാണ്? ജീപ്പ് മതിലേ കയറിയിരിക്കാം. മതിൽ വിളിച്ചിട്ട് വേണം ജീപ്പ് എടുക്കാൻ. ഈ കാള പറ്റുന്നറിയുമ്പോ തന്നെ ജീപ്പ് എടുക്കല്ലേ? കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം. ചോദിക്ക്. അതെ, കുത്തിയ ആള് മരിച്ചോ? കുത്തിയാണ് ഞാനല്ലേ, ഞാൻ മരിച്ചിട്ടില്ല. എടോ, കുത്തേറ്റ ആള് മരിച്ചോന്ന്? ഇതേവരെ മരിച്ചിട്ടില്ല. കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന രക്ഷപ്പെടും സാറേ. താൻ ആരെ കുത്തിയത്? എന്റെ ആത്മാർത്ഥ സുഹൃത്താണ് സാറേ ഞാൻ കുത്തിയത്. എന്റെ ആത്മാർത്ഥ സുഹൃത്ത് റിജുവിനാണ് സാറേ ഞാൻ കുത്തിയത്. ഞങ്ങൾ രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായി, ഇടിയായി. എനിക്ക് ദേഷ്യം കൊണ്ട് കത്തി കൊടുത്ത് ഒറ്റ കുത്തു കൊടുത്ത്. സാറൊരു കാര്യം അറിയോ? എനിക്ക് ഈ ലോകത്ത് ഒരേ ഒരു കൂട്ടുകാരനേ ഉള്ളു. അവനെന്തെങ്കിലും സംഭവിച്ച ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കത്തില്ല. ആത്മാർത്ഥ സുഹൃത്തിന്റെ നെഞ്ചത്ത് കത്തിയേറ്റിട്ട് സെന്റിമെന്റ്സ് വർക്കൗട്ട് നോക്കാൻ നോക്കേ നാറി. സാറെ നോക്കിക്കാതെ നമുക്ക് അന്വേഷിക്കണ്ടേ ഇത്? ഞാൻ അന്വേഷിക്കൂല. അതെ, 4 ലക്ഷത്തിന്റെ ആള് വന്നത്. കാശൊപ്പിക്കണ്ടേ? കൊച്ചിനിറക്കണ്ടേ? കാശൊപ്പിക്കണ കൊച്ചിനിറക്കാനായിട്ട് കൊച്ചു വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കണം. 5 ലക്ഷം രൂപ ഒപ്പിച്ചു കൊടുക്കണ്ട. സാറിന് ഇത്ര വലിയ കാശുണ്ട്? എവിടെന്നെങ്കിലും ഒപ്പിച്ചു കൊടുക്കല്ലേ? ഞാനിപ്പോ എന്ത് ചെയ്യാനായിട്ട്? എന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ റിജുവിന്റെ കാര്യത്തിൽ തീരുമാനമാകും. അയ്യോ, മിക്കവാറും ഞാനിന്ന് അയ്യോ ഒട്ടും എന്നെ പൊന്നു സാറ് പറയും സാറേ ഒരു തീരുമാനം ഉണ്ടാക്കുന്നു പറഞ്ഞാൽ എനിക്ക് തീരുമാനം ഉണ്ടാക്കാനുള്ള ഒരു സമയം വേണ്ടേ? സാറിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാനൊരു തീരുമാനം പറയാം. അത് പറ. ഈ 5 ലക്ഷം രൂപ ഒപ്പിക്കാനും എന്റെ കൊച്ചിനെ രക്ഷിക്കാനും പറ്റിയില്ലെങ്കിൽ ഞാൻ ഈ സ്റ്റേഷനിൽ കെട്ടി തൂങ്ങും. ഞാനും തൂങ്ങും. ഞങ്ങളും തൂങ്ങും. എന്റെ കൊച്ചിന്റെ കാര്യത്തിന് നിങ്ങൾ എല്ലാവരും കൂടി തൂങ്ങണതിനാ? എടോ, അതല്ല, ഞാനിവിടെ കയറി തൂങ്ങിക്കഴിഞ്ഞാണെങ്കിൽ ആ കേസിൽ ഞങ്ങൾ 3 പേരും തൂങ്ങും. അല്ലേലും തൂങ്ങും. ഞാൻ ഒരാളെ കുത്തിയിട്ട് കൃത്യമായിട്ട് ഇവിടെ വന്നിട്ട് ഇൻഫർമേഷൻ തന്നതാണ്. അതിനെ നിങ്ങൾ ആക്ഷൻ എടുത്തില്ലെങ്കിൽ എല്ലാവരുടെ പേര് ഞാനൊരു കേസ് കൊടുക്കും.
ഓക്കെ 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 സാറേ എന്റെ മോനെ രക്ഷപ്പെട്ട് എന്റെ മോനെ രക്ഷപ്പെട്ട് പൈസ കിട്ടിയാ? പൈസ കിട്ടിയതല്ലേ എന്റെ പൊന്ന് സാറേ സാർ ഒരു അത്ഭുത ജീവിയാണ് സാറ് സംസാരിച്ചില്ലേ മറ്റേ കിഡ്നാപ്പറായിട്ട് എന്താണെന്ന് അറിയാൻ പാടില്ല സാറ് സംസാരിച്ച് അങ്ങ് കട്ട് ചെയ്തതും അവന്റെ തലയിൽ ഒരു വലിയ തേങ്ങ വീണ് അവന്റെ മോനെ പോയി എന്റെ മൊത്തം ഓടി രക്ഷപ്പെട്ട് അപ്പൊ താങ്ക് യു സാറേ താങ്ക് യു സാറേ ഓക്കെ ഒരു കഴിവേ നല്ലത്. അങ്ങനെ എന്റെ തലേന്ന് ഒരു കേസ് പോയേ ഇനി ഇവന്റെ കാര്യം ഇങ്ങോട്ട് വന്നേ. പിന്നെ നീ കുത്തിയ ആള് മരിച്ചോ? ഇതുവരെ മരിച്ചു കാണത്തില്ല സാറേ. ഇല്ലില്ല. അവന്റെ നമ്പർ ഉണ്ടാ? ഉണ്ട് ആ സാർ. നമ്പർ ഒന്ന് തന്നെ. 7902719975. ബെല്ലുണ്ട് അപ്പൊ ഫോണിൽ എത്തട്ടില്ല. ഹലോ, കുത്തുകൊണ്ട റിജു അല്ലേ? മോൻ മരിച്ചായിരുന്നു? അവൻ മരിച്ചു. അപ്പൊ സാറ് കുടുങ്ങി. അതെങ്ങനെ? ഈ മരിച്ചവന്റെ ഫോണിലേക്ക് അവസാനം വെച്ചെന്ന കോള് സാറിന്റെ ഫോണിൽ നിന്നാ. അപ്പൊ സാറ് തന്നെ കൊലപാതകി. സാറ് പെട്ടു സാറേ. ഞാനോ? അല്ലല്ല, ഇതെങ്ങനെ ശരിയാവും? ഈ മരിച്ചവൻ അറിയാലോ സത്യസന്ധത, അവരോട് ചോദിച്ചാ പോരെ? അവൻ മരിച്ചില്ലേ? അതെല്ലേ? ഇവർ രണ്ടുപേരില്ലേ, ഇവർക്കറിയാലോ സത്യമായിട്ടുള്ള കാര്യങ്ങള്, ഇവര് പറഞ്ഞോളും. ഞങ്ങള് പറയത്തില്ലെങ്കിലോ? ഞാനെന്താ നിങ്ങൾ പറയാത്തത്? സാറിന് കൂട്ട് നിന്നിട്ട് വേണം ഞങ്ങളെ കൂട്ടപ്രതികളായിട്ട് കൊണ്ടുപോവാൻ. അയ്യോ, അപ്പൊ പിന്നെ ഞാനെന്ത് ചെയ്യും? സാറൊരു കാര്യം ചെയ്യ്. അവന്റെ കയ്യിരിക്കുന്ന കത്തി സാറ് പിടിച്ച്. എന്ത് കാര്യത്തിന്? എന്റെ സാറേ, അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ വരുമ്പോ തെളിവില്ലാണ്ടായി പോത്തില്ലേ? അത് ശരിയാണല്ല. ഇല്ലെങ്കിൽ ആ തെളിവ് നശിപ്പിച്ചെന്നുള്ള കേസ് കൂടി എന്റെ തലക്ക് ഇട്ട് വെക്കും. നിങ്ങൾ കണ്ടേ? ഇനി പറ, ഞാൻ നിരപരാധിയല്ലേ? യെസ് സർ. അല്ല, ഇപ്പൊ ഇതിനെ സല്യൂട്ട് അടിച്ചത്? സല്യൂട്ട് അടിച്ചതല്ല, പിന്നെ ഞങ്ങൾക്ക് തന്നെ ഇനി കാണണ്ട. ചുമ്മാ നാണം കൊണ്ടാ. അയ്യ